വയനാട് കാട്ടിക്കുളം എടയർകുനിക്ക് സമീപം കൂട്ടം തെറ്റി ജനവാസ മേഖലയിലെത്തിയ കുട്ടിയാനയെ പിടികൂടി RRT സംഘമാണ് പിടികൂടിയത്. ഇതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. തെന്നും വയനാട്ടിലെ കാട്ടിക്കുളത്ത് എടയർകുനിക്ക് സമീപമാണ് രാവിലെ കൂട്ടം തെറ്റി ജനവാസ മേഖലയിലേക്ക് കുട്ടിയാന എത്തുന്നത്. തുടർന്ന് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും RRT സംഘവും പ്രദേശത്തെത്തി. ശേഷം ഇപ്പോൾ കുട്ടിയാനയെ പിടികൂടിയിരിക്കുകയാണ്. കാട്ടാനക്കൂട്ടത്തിൽ നിന്നും കൂട്ടം തെറ്റിയെത്തിയതാകാമെന്നാണ് പ്രാഥമിക വിലയിരുത്തലുണ്ടായിരുന്നത്. വിശദാംശങ്ങളുമായി രതീഷ് വാസുദേവനുണ്ട് വയനാട് നിന്നും. രതീഷ്, ഇപ്പോൾ ഈ കുട്ടിയാനയെ പിടികൂടിയതായി മനസ്സിലാക്കുന്ന വിവരങ്ങൾ എന്താണ്? തീർച്ചയായും രാവിലെയാണ് ജനവാസ പ്രദേശത്ത് ഈ എടയർകുനി മുള്ളംകുലി ഭാഗത്തെ ജനവാസ പ്രദേശത്ത് കാട്ടാനക്കുട്ടിയെ കണ്ടത്. തോട്ടത്തിൽ അല്പം പരിക്കേറ്റിട്ടായിരുന്നു കാലിന്. സ്വാഭാവികമായിട്ടും കാട്ടാനക്കൂട്ടത്തിൽ നിന്ന് വഴിതെറ്റി കടുവയുടെ മറ്റു ആക്രമണത്തിൽപ്പെട്ട് അങ്ങനെ വഴിതെറ്റി ഇവിടെ എത്തിയതെന്നാണ് പ്രാഥമികമായ നിഗമനമുണ്ടായത്. തുടർന്ന് പരിക്കേറ്റതുകൊണ്ട് തന്നെ ഇദ്ദേഹം പിടികൂടി മയക്കുവെടി മറ്റു വെച്ച് പിടികൂടാൻ കാണിക്കില്ല. സാധാരണ വടം ഉപയോഗിച്ചും നെറ്റ് ഉപയോഗിച്ചുമാണ് പിടികൂടുക. ഇപ്പോൾ വടം ഉപയോഗിച്ച് ദീർഘനേരത്തെ പ്രയത്നത്തിനൊടുവിലാണ് വനംവകുപ്പും തണ്ടർബോൾട്ട് ഉൾപ്പെടെ സംഘം ഇവിടെ എത്തിയിരുന്നു. പോലീസിന്റെ സഹായം ഉണ്ടായിരുന്നു. നാട്ടുകാർ ഉൾപ്പെടെ എത്തിയാണ് ഇപ്പോൾ ഇതിനെ വടം ഉപയോഗിച്ച് പിടികൂടി ഇപ്പോൾ വനംവകുപ്പിന്റെ വാഹനത്തിലേക്ക് കയറ്റുന്നത്. തുടർന്ന് വെറ്റിനറി ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പരിശോധനയും മറ്റും കഴിഞ്ഞ് ആയിരിക്കും ഇതിനെ പുറത്തു വിടണോ മറ്റു കാര്യങ്ങൾ പിന്നീട് ആലോചിക്കുക. എന്തായാലും പ്രാഥമികമായി ഇത് വനംവകുപ്പ് തന്നെ സംരക്ഷിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് തന്നെയാണ് പോകുക. കാരണം ഇനി ഈ കാട്ടാനക്കൂട്ടത്തിലേക്ക് തിരിച്ച് ഇതിനെ വിട്ടാൽ എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ളത് ഉൾപ്പെടെയുണ്ട്. എന്നാലും ഇപ്പോൾ വനംവകുപ്പിന്റെ പ്രത്യേക RRT സംഘം ഇപ്പോൾ കുട്ടിയാനയെ അവിടെ ജീപ്പിലേക്ക് പ്രത്യേക വനംവകുപ്പിന്റെ ജീപ്പിലേക്ക് കയറ്റി വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ വാഹനത്തിൽ അതിനെ കാട്ടാന നിൽക്കുമ്പോൾ തന്നെ അത് സുരക്ഷിതമായി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള മരവും മറ്റും കെട്ടി അതിനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. വടവും ഉപയോഗിച്ച് കൈകാലുകൾ ബന്ധിച്ച നിലയിൽ തന്നെ ആണ് ഇപ്പോൾ അവിടെ വാഹനത്തിലേക്ക് കയറ്റുന്നത്. വെറ്റിനറി ഡോക്ടർ ജയേഷിന്റെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ സാന്നിധ്യം ഇപ്പോഴുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ വലിയ ആയാസകരമല്ലാത്ത രീതിയിൽ അപകടങ്ങളൊന്നും ഉണ്ടാക്കാത്ത തരത്തിൽ തന്നെ കുട്ടിയാനയെ പിടികൂടാനും വാഹനത്തിലേക്ക് കയറ്റാനും സാധിച്ചിട്ടുണ്ട്. വലിയ ആശങ്കയുണ്ടായത് കാരണം ജനവാസ കേന്ദ്രമാണ്, നിരവധി വീടുകൾ ഉള്ളതാണ്. അത്തരത്തിൽ എന്തെങ്കിലും അപകടം പറ്റുമോ എന്നുള്ള കരുതലുണ്ടായിരുന്നെങ്കിലും പോലീസിന്റെയും വനംവകുപ്പിന്റെയും നാട്ടുകാരുടെയും ഒക്കെ ഒരു ശ്രദ്ധയും ഒക്കെ അപകടങ്ങളൊന്നും ഇല്ലാതെ തന്നെ കുട്ടിയാനയെ സുരക്ഷിതമായി പിടികൂടാനും വാഹനത്തിലേക്ക് കയറ്റാനും സാധിച്ചു. ഇനി വെറ്റിനറി ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലും മറ്റുമായിരിക്കും മറ്റു പരിശോധനകളൊക്കെ തന്നെ നടക്കുക. വെറ്റിനറി ഡോക്ടർ ജയേഷിന്റെ നേതൃത്വത്തിലാണ് വനപാലക സംഘം ഇവിടെ RRT ഒക്കെ ഇവിടെ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് കുട്ടിയാനയെ വടം ഉപയോഗിച്ച് പിടികൂടി തോട്ടത്തിൽ നിന്ന് പിടികൂടി ഇപ്പോൾ വാഹനത്തിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നാട്ടുകാരുടെ ചെറിയ ഒരു ആശങ്കയ്ക്ക് പരിഹാരമുണ്ടായി. കുട്ടിയാന ആയി എന്നതുകൊണ്ട് തന്നെ അപകടങ്ങൾ ചെറുതല്ല. വന്യജീവി ആയതുകൊണ്ട് തന്നെ അത്തരം ഒരു ആശങ്കയുണ്ടായിരുന്നു. പോരാത്തതിന് ജനവാസ കേന്ദ്രം തൊട്ടടുത്ത വീടുകൾ നിരവധിയുള്ള ഒരു ജനവാസ കേന്ദ്രമാണ് എടയർകുനി. മന്ത്രി OR കേളുവിന്റെ വീട് ഇതിന് തൊട്ടടുത്താണ്. ആ പ്രദേശമാണിത്. എന്തായാലും ഇപ്പോൾ വാഹനത്തിൽ വടം ഉപയോഗിച്ച് പിടികൂടിയ കുട്ടിയാനയെ വാഹനത്തിലേക്ക് കയറ്റി കൊണ്ടുപോവുകയാണ്. അതിനുള്ള അവസാന ശ്രമങ്ങളിലാണ് വനംവകുപ്പിന്റെ RRT സംഘവും ഉള്ളത്. വളരെ ശ്രമകരമായ കാര്യങ്ങൾക്കിടയിലാണ് ഇതിനെ പിടികൂടിയ വാഹനത്തിലേക്ക് കയറ്റാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ അപകടങ്ങളൊന്നും ഇല്ലാതെ കുട്ടിയാനയെ സുരക്ഷിതമായി തന്നെ വനംവകുപ്പിന് പിടികൂടാനും വാഹനത്തിലേക്ക് കയറ്റാനും സാധിച്ചു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ള വിവരം.
എന്തായാലും അതിനെ വെറ്റിനറി ഡോക്ടറുടെ നേതൃത്വത്തിൽ ഇപ്പോൾ മാനന്തവാടിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഇപ്പോൾ വയനാട് കാട്ടിക്കുളത്താണ് എടയർകുനിക്ക് സമീപം കൂട്ടം തെറ്റി ജനവാസ മേഖലയിലെത്തിയ കുട്ടിയാനയെ പിടികൂടിയിരിക്കുന്നത്. വനംവകുപ്പിൻ്റെയും RRT സംഘത്തിൻ്റെയും നേതൃത്വത്തിലാണ് ഈ കുട്ടിയാനെ ഇപ്പോൾ പിടികൂടി സുരക്ഷിതമായി കേന്ദ്രത്തിലേക്ക് മാറ്റുന്നത്. അവിടെ നിന്നും വൈദ്യ സഹായം നൽകിയതിനു ശേഷം അവിടെ തിരികെ വനത്തിലേക്ക് വിടുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാട്ടാനക്കൂട്ടത്തിൽ നിന്നും കൂട്ടം തെറ്റിയെത്തിയതാകാം കുട്ടിയാന എന്നാണ് മനസ്സിലാക്കുന്നത്. ആനയ്ക്ക് കാലിൽ ചെറിയ പരിക്കുണ്ടായിരുന്നു. മരുന്നുകൾ വെച്ച് കെട്ടിയതിന് ശേഷം കുട്ടിയാനയെ തിരികെ കാട്ടിൽ വിടാനാണ് വനംവകുപ്പ് ആലോചിക്കുന്നത്. ഇപ്പോൾ കുട്ടിയാനെ പിടികൂടി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ കുട്ടിയാനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചികിത്സ നൽകുന്നതിന് വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്. ചികിത്സ നൽകിയതിനു ശേഷം കാട്ടിൽ തിരിച്ചുവിടുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വയനാട്ടിൽ നിന്നും രതീഷ് വാസുദേവനാണ് വിശദാംശങ്ങൾ നൽകിയത്. രതീഷ് തുടരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. രതീഷ്, ഇപ്പോൾ ഈ കുട്ടിയാനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോയിട്ടുണ്ട്. ഇനി എന്തായിരിക്കും തുടർ നടപടികൾ? തിരികെ വനത്തിലേക്ക് തന്നെയാണോ വിടുന്നുണ്ടാവുക? ഈ കാട്ടാനക്കൂട്ടം എവിടെയാണെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും വിവരമോ അത്തരത്തിൽ അവയെ കണ്ടെത്താൻ കഴിയുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്പം ആരോഗ്യ പ്രശ്നം ഉള്ളതായതുകൊണ്ട് തന്നെ ഇതിനെ ഇപ്പോൾ തോൽപ്പട്ടിയിലെ വെറ്റിനറി കേന്ദ്രത്തിലേക്കാണ് കൊണ്ടുപോകുക വനംവകുപ്പിന്റെ. അതിനുശേഷം ഈ മുറിവുകളൊക്കെ ഭേദമായ ശേഷം അല്ലെങ്കിൽ ഈ ശുശ്രൂഷകൾ അവർ ആരോഗ്യവതിയാണ് അല്ലെങ്കിൽ ആരോഗ്യവാനാണ് ഈ കുട്ടിയാന എന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുക. എന്തായാലും ഇപ്പോൾ നിലവിൽ വെറ്റിനറി പ്രാഥമികമായിട്ട് വെറ്റിനറി കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇപ്പോഴുള്ള തീരുമാനം. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക്. എന്തായാലും കാട്ടിലേക്ക് തിരികെ വിടുന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ പ്രാഥമികമായി വനംവകുപ്പിന്റെ മുൻപിൽ അത്തരമൊരു തീരുമാനം ഉണ്ടാവില്ല. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് പ്രാഥമികമായി വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കും. അതിനുശേഷം മാത്രമായിരിക്കും ഇപ്പോൾ മറ്റു നടപടികളിലേക്ക് പോവുക. എന്തായാലും കുട്ടിയാനയെ കാട്ടാനക്കൂട്ടത്തിൽ തന്നെ തിരികെ വിടുന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ വനംവകുപ്പ് അധികൃതർ പറഞ്ഞിട്ടില്ല. അത് ആലോചിച്ച ശേഷം വേണമെങ്കിൽ ഉചിതമായ തീരുമാനം എടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. വയനാട് കാട്ടിക്കുളത്താണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കൂട്ടം തെറ്റിയെത്തിയ കുട്ടിയാനയെ പിടികൂടി തിരികെ വനംവകുപ്പ് ചികിത്സ നൽകുന്നതിന് വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്. അതിനുശേഷം വനത്തിലേക്ക് വിടുമെന്നാണ് മനസ്സിലാക്കുന്നത്. രതീഷ് തുടരുന്നുണ്ട്. രതീഷ്, ഒരുപക്ഷെ ഈ മേഖലയിലൊക്കെ തന്നെ പലതരത്തിലുള്ള വന്യജീവി അക്രമങ്ങളുണ്ട്. ഇപ്പോൾ അമരക്കുനിയിൽ നമ്മൾ കടുവയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇന്നും പുറത്തു വന്നിരുന്നു. പിന്നാലെ ഈ കാട്ടിക്കുളത്ത് ആനയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾ എന്താണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ പറയുന്ന ഒരു പ്രതികരണം? അവരുടെ ഒരു നിലപാട് ഏത് രീതിയിലാണ്? വളരെ അപൂർവമായിട്ടാണ് ഇത്തരം കുട്ടിയാന ഉൾപ്പെടെ ഈ ജനവാസ പ്രദേശത്തിൽ വിടുന്നത്. വളരെ അപൂർവമാണ്. കാരണം കാട്ടാനകൾക്കൊപ്പം തന്നെയാണ് ഇത്തരം കുട്ടിയാനകൾ സഞ്ചരിക്കാറ്. ഇത് ഏതോ തരത്തിൽ കടുവയുടെ മറ്റു ആക്രമണം ഉണ്ടായപ്പോൾ കാട്ടാനക്കൂട്ടം സ്വാഭാവികമായും ചിതറിയോടും. ആ സമയത്ത് കുട്ടിയാന പരിക്കേറ്റ് വഴിതെറ്റി ഈ ജനവാസ കേന്ദ്രത്തിൽ എത്തിയതാണെന്നാണ് പ്രാഥമികമായിട്ട് ഇപ്പോൾ മനസ്സിലാവുന്നത്. വനപ്രദേശത്തോട് ചേർന്ന വാസസ്ഥലങ്ങളാണ്, ജനവാസ കേന്ദ്രങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ ഈ ജനങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ പുതിയതല്ല. കാട്ടാനയും കടുവയും ഒക്കെ അവരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഈ സ്വൈര്യ ജീവിതം തടസ്സപ്പെടുത്തുമ്പോൾ മാത്രമാണ് ഈ ജനവാസ പ്രദേശങ്ങളിലെ മനുഷ്യരും കർഷകരും ഒക്കെ വലിയ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്നത്. ഈ കാട്ടാനയും കടുവയും ഒക്കെ കാട്ടിലും ഇതിന്റെ പ്രദേശത്തൊക്കെ ഉണ്ട് എന്ന് കൃത്യമായിട്ട് അവർക്ക് അറിയാവുന്നതാണ്. പക്ഷേ അവരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുമ്പോൾ മാത്രമാണ് അവർ പ്രതിഷേധങ്ങളുമായി രംഗത്തിറങ്ങാറുള്ളത്. അവരെ ആക്രമിക്കുമ്പോഴാണ് പ്രതിഷേധങ്ങളുമായി രംഗത്തിറങ്ങാറുള്ളത്. അല്ലാത്ത പക്ഷം ഈ ജനവാസ കേന്ദ്രങ്ങളിലോട് സമീപത്ത് ഈ വനാതിർത്തികളിലൊക്കെയുള്ള കർഷകരും സാധാരണക്കാരും
സാധാരണക്കാരുമായ ആളുകൾ ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. സാധാരണക്കാരായ ആളുകൾ മുഴുവൻ അത്തരത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അവർക്കൊരു പുതുമയുള്ള കാര്യമല്ല, കാരണം അവരെ നിത്യജീവിതത്തിന്റെ ഭാഗമായ കാര്യം തന്നെയാണ്. പക്ഷേ അവരെ നേരിട്ട് ബാധിക്കുമ്പോൾ, അവരെ ജീവിതത്തെ ബാധിക്കുമ്പോഴാണ് അവർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്നത്. എന്നാലും ഈ കുട്ടിയാനെ അടക്കം കണ്ടെത്തി പിടികൂടി കൊണ്ടുപോകാൻ ഉൾപ്പെടെ നാട്ടുകാരുടെ കൂടെ സഹായം വനംവകുപ്പിനും പോലീസിനും ഒക്കെ ലഭിച്ചിട്ടുണ്ട് എന്നും കൂടെ പ്രസക്തമാണ്. ആ പ്രദേശത്ത് അത്തരത്തിലൊരു കരുതലും കൂടി ഈ ഘട്ടത്തിൽ ജനങ്ങളുടെ ഭാഗത്ത് ഉണ്ടായി എന്ന് പറയേണ്ടി വരും. അമരക്കുനിയിൽ വലിയ പ്രതിഷേധമാണ്. കടുവയുടെ 2 ദിവസത്തെ സാന്നിധ്യം കൊണ്ട് ആ പ്രദേശത്തെ സാധാരണക്കാരുടെ ദൈനംദിന ജീവിതം പോലും മുടങ്ങിപ്പോയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് സ്വാഭാവികമായും ആ കടുവയെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ രംഗത്ത് നിന്നിട്ടുള്ളത്. അതിനെ നേരെ മറിച്ചുള്ള അനുഭവമാണ് ഇപ്പോൾ ഈ എടയർകുനിയിൽ ഉണ്ടായിട്ടുള്ളത്. കുട്ടിയാന അപകടാവസ്ഥയിൽ അല്ലെങ്കിൽ വഴി തെറ്റിയെത്തുന്നു. ആ കുട്ടിയാനയെ സുരക്ഷിതമായി പിടികൂടി വനം വകുപ്പും നാട്ടുകാരും ഒക്കെ കൂടെ അതിനെ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നു എന്നുള്ള കഥയാണ്. അത് വ്യത്യസ്തമാണ്. ഈ തരത്തിൽ വ്യത്യസ്തമാണ് വയനാട്ടിലെ ജനവാസ കേന്ദ്രങ്ങളിൽ, വനാതിർത്തികളെ ജനവാസ കേന്ദ്രങ്ങളിൽ എത്തുന്ന വന്യമൃഗങ്ങൾക്കുള്ള അനുഭവം. പക്ഷേ അമരക്കുനിയിൽ നേരെ തിരിച്ചാണ്. 4 ദിവസമായി ആ പ്രദേശത്തെ ആളുകളുടെ ദൈനംദിന ജീവിതം ഉൾപ്പെടെ പ്രതിസന്ധിയിലാണ്. അതുകൊണ്ടാണ് അവർ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. എത്രയും പെട്ടെന്ന് കടുവയെ പിടികൂടി അവിടുന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഈ ജനവാസ കേന്ദ്രങ്ങളിലെ സാധാരണ മനുഷ്യർ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ജീവിക്കുന്നത്. അവരുടെ ജീവിതത്തിന് മേൽ അത് പ്രശ്നമുണ്ടാക്കുമ്പോൾ, അവരെ ആക്രമിക്കുമ്പോൾ, അവരെ ദൈനംദിന ജീവിതത്തെ ഇടപെടുമ്പോൾ മാത്രമാണ് പ്രതിഷേധവുമായി അവർ അധികാരികളുടെ മുന്നിലേക്ക് വരുന്നത്. ചെറിയ ജാഗ്രതയുണ്ടെങ്കിൽ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഇത്. വനാതിർത്തികൾ കൃത്യമായി വനവും കാടും തമ്മിൽ വേർതിരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് നാട്ടുകാർ ദിനേന പറയുന്നതിനിടയ്ക്കാണ് ഇത്തരം സംഭവങ്ങളുള്ളത്. അമരക്കുനിയിൽ കടുവയുടെ സാന്നിധ്യമാണ്. അത് ഇതേപോലെയുള്ള കുട്ടിയാനെ പോലെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന പ്രശ്നമല്ല. അതിനെ കൈകാര്യം ചെയ്യാൻ ജനങ്ങൾക്ക് പറ്റില്ല, വനംവകുപ്പിന് പറ്റില്ല, കടുവയുടെ ആ സാധ്യത. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പുൽപ്പള്ളിയിൽ ആളുകൾ വലിയ പ്രതിഷേധത്തിലും ഒക്കെ ഓഫീസ് ഉപരോധം അടക്കം നടത്തുന്നത്. അതുകൊണ്ടാണ് അവരുടെ ജീവനുമേൽ, അവരുടെ ദൈനംദിന ജീവിതത്തിനുമേൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മാത്രമാണ് അത്തരം വിഷയങ്ങളിലേക്ക് നാട്ടുകാർ പോകുന്നത്. ഗൗതം, തീർച്ചയായും നിതീഷ്, അത് തന്നെയാണ്. ഈ സ്വൈര്യ ജീവിതം തടസ്സപ്പെടുന്നതും നിത്യജീവിതത്തിൽ ഇത് ബാധിക്കപ്പെടുമ്പോൾ മാത്രമാണ് അത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത്. മറിച്ച് ഈ സാഹചര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ച് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി തന്നെയാണ് മലയോര മേഖലയിൽ, പ്രത്യേകിച്ച് വനത്തോടൊക്കെ അടുത്ത് താമസിക്കുന്ന ആളുകൾ ജീവിക്കുന്നത് എന്നത് വ്യക്തമാണ്. രതീഷ് വാസുദേവനാണ് ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.